ഡോക്ടർ അഭിജിത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ശീലിക്കേണ്ട അല്ലെങ്കിൽ ആർജിക്കേണ്ട ചില ജീവിത ശൈലികളെക്കുറിച്ചാണല്ലോ. ഇപ്പോൾ നമുക്ക് നിരവധി അഭിപ്രായങ്ങൾ ഈ മേഖലയിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. അതായത് പലരും പല രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. ഇതിൽ നിന്ന് കൃത്യമായി നമ്മളൊരു ഉപദേശം തേടുക അല്ലെങ്കിൽ ഏതാണ് കൃത്യമായി സ്വീകരിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് പലർക്കും ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട്. ഇപ്പോൾ കർക്കിടക കഞ്ഞി തന്നെ ഇൻസ്റ്റൻ്റായി പാക്കറ്റിലൊക്കെ കിട്ടുന്ന സാഹചര്യം. അപ്പോൾ ഇതൊക്കെ ഏത് രീതിയിലാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? ഒരു കൃത്യമായ ചിട്ട ഈ കാലത്ത് എങ്ങനെയാണ് നമ്മൾ ആർജിക്കേണ്ടത്? തീർച്ചയായിട്ടും നമ്മൾ ഒരു ആയുർവേദ ഫിഷ്യൻ അല്ലെങ്കിൽ ഒരു ഒരു ഡോക്ടറുടെ അടുത്ത് നിന്ന് കൃത്യമായുള്ള സജഷൻസ് എടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം ഇപ്പോൾ പറഞ്ഞതുപോലെ 3 ദിവസം 5 ദിവസം 7 ദിവസം എന്നൊക്കെ പറഞ്ഞുള്ള കർക്കിടക ചികിത്സാ പാക്കേജുകൾ പല രൂപത്തിൽ പല തലത്തിൽ പല മേഖലകളിൽ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളത് എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞതുപോലെ കർക്കിടക കഞ്ഞി സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും വരെ കിട്ടുന്ന കാലത്തിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലൊരു മാറ്റം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ കർക്കിടക കഞ്ഞി ഒരു കിറ്റായി മാറുന്നതിനെയൊക്കെ ഞാനും വളരെ തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കുന്നയാളാണ്. പക്ഷെ നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ പല സമയത്തിലൂടെ പോകുമ്പോൾ അതിലൂടെ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമുക്കൊരു പരിധിവരെ ഇത് ഫോളോ ചെയ്യാൻ ഇതുപോലുള്ള പാക്കറ്റുകളുള്ള കാര്യങ്ങൾക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഒതൻറ്റിസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി, അതിൻ്റെ ഒരു ഓർഗാനിക് സ്വഭാവം നഷ്ടപ്പെടാതെ ഇവയൊക്കെ പാക്കറ്റിലാക്കുന്നതിനോട് എനിക്ക് വിരോധമില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ആരെയാണ് ആശ്രയിക്കേണ്ടത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇത് സ്വീകരിക്കേണ്ടത്, എവിടെ നിന്നാണ് നമ്മളിത് മേടിക്കേണ്ടതെന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. അതിന് ഏറ്റവും എളുപ്പത്തിൽ അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായി പറയാൻ പറ്റുന്നത് കൃത്യമായൊരു ഡോക്ടറുടെ കൺസൾട്ടേഷനോടുകൂടി അല്ലെങ്കിൽ കൃത്യമായൊരു ഡോക്ടറുടെ ഉപദേശത്തോടു കൂടി മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ്. നമ്മൾ തമാശയ്ക്ക് പറയുന്നൊരു കാര്യമുണ്ട്, അലോപ്പതിയും നാച്ചുറോപ്പതിയും ആയുർവേദവും ഹോമിയോപ്പതിയും ഒക്കെയുള്ള ഡോക്ടേഴ്സിനോടൊപ്പം ഗൂഗിളോപ്പതി ഡോക്ടേഴ്സും ഉള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എന്തും ChatGPTയോടും ഗൂഗിളിനോടും ചോദിച്ചിട്ട് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നു. അവരോട് ചോദിക്കുന്നതിന് വിരോധമില്ല. അത് നിങ്ങളുടെ ഡിസിഷൻ മേക്കിങ്ങിൽ അവർ മാത്രമാവാതിരിക്കുക എന്നുള്ളതാണ്. കൃത്യമായൊരു ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി മാത്രം കർക്കിടക കഞ്ഞിയാണെങ്കിലും കർക്കിടക ചികിത്സയാണെങ്കിലും നിങ്ങൾ സ്വീകരിച്ചാൽ ഇതുമൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. അതെ ഡോക്ടർ, അതോടൊപ്പം നമുക്കറിയാം ഇപ്പോൾ ഓരോ വ്യക്തിയും പലതരത്തിലുള്ള അസുഖങ്ങളാൽ ബാധിതരായവർ ഉണ്ടാകും. അവർക്ക് ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ പല രീതിയിലുള്ള മെഡിസിൻ ആയിരിക്കും ഉപയോഗിക്കുക. ഇപ്പോൾ അലോപ്പതി സ്വീകരിക്കുന്നവരുണ്ടാകും, ഹോമിയോപ്പതി സ്വീകരിക്കുന്നവരുണ്ടാകും. അപ്പോൾ ഇത്തരത്തിൽ ഏത് ആരോഗ്യവുമായിട്ട് അല്ലെങ്കിൽ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഏത് ചികിത്സാ രീതികൾ അവലംബിക്കുന്നവരായാലും കർക്കിടക മാസമാകുമ്പോൾ അവർക്ക് ധൈര്യമായി തന്നെ ആയുർവേദം പറയുന്ന ചികിത്സാ രീതികൾ അനുവർത്തിക്കാൻ കഴിയുമോ? അവർക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ടോ? തീർച്ചയായിട്ടും അവർക്ക് എല്ലാവർക്കും തന്നെ കർക്കിടക ചികിത്സ അവർ കർക്കിടക മാസത്തിൽ സ്വീകരിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷെ അതിനോടൊപ്പം നമുക്ക് എല്ലാവർക്കും ഒരുപോലെയുള്ള ചികിത്സയല്ല കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. നമ്മളുടെ ശരീരം ഏതവസ്ഥയിലൂടെയാണ് പോകുന്നത്, നമ്മളുടെ ശരീരത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി അതിനു വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ഓരോ വ്യക്തികൾക്കും കൊടുക്കേണ്ടത്. ഇപ്പോൾ ഓരോ വ്യക്തികളും ഡിഫറെൻ്റാണ്, ഓരോരുത്തരുടെ ശരീരവും ഡിഫറെൻ്റാണ്, അവരുടെ ബോഡിയുടെ ഓരോ അവസ്ഥകളും ഡിഫറെൻ്റാണ്. സോ നിങ്ങളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് മുമ്പ് ആ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നമ്മുടെ ഡോക്ടർ കൺസൾട്ട് ചെയ്ത് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണ് ആ ശരീരത്തിന് വേണ്ടത് എന്നുള്ളത് കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അല്ലാതെ എല്ലാവരും 7 ദിവസം ഒരേ കർക്കിടക ചികിത്സയാണ് എടുക്കേണ്ടത് എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ അവസ്ഥ, അവരുടെ ആരോഗ്യത്തിൻ്റെ അവസ്ഥ, അതനുസരിച്ച് അവർക്ക് ട്രീറ്റ്മെൻറ്റുകൾ ഡിസൈഡ് ചെയ്ത് ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശം കൊണ്ട് ഡിസൈഡ് ചെയ്ത് അവർക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, എല്ലാവർക്കും കർക്കിടക ചികിത്സ എടുക്കാം, പക്ഷേ എല്ലാവരുടെയും ചികിത്സകൾ വ്യത്യസ്തമായിരിക്കും. അത് ആ ഡോക്ടറെ കൺസൾട്ട് ശേഷം അവർക്ക് ആ ചികിത്സ തീരുമാനിക്കാനും അതിനുശേഷം സ്വീകരിക്കാനും സാധിക്കും. നമുക്ക് അതുമാത്രമല്ല, ഈ കർക്കിടക മാസത്തിൽ വലിയ രീതിയിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുമല്ലോ. നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു കാലാവസ്ഥയാണ് ഈ കർക്കിടക മാസത്തിലുടനീളം ദൃശ്യമാകുന്നത്. അപ്പോൾ നമ്മൾ ഈ കർക്കിടക ചികിത്സ നടത്തുമ്പോൾ നമുക്ക് ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഇമ്മ്യൂണിറ്റി പവർ കിട്ടും എന്നാണോ, രോഗപ്രതിരോധ ശേഷി കിട്ടും എന്നാണോ മനസ്സിലാക്കേണ്ടത്? അത് പൂർണ്ണമായും ലഭ്യമാകും. അതുമാത്രമല്ല, അത് തുടർന്ന് വരുന്ന മാസങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതൊരു മുതൽക്കൂട്ടാകുമെന്ന് തന്നെയാണോ പറയേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഇപ്പോൾ നമ്മളുടെ കാറ് ഒരു 5000 കിലോമീറ്റർ വന്നാൽ സർവീസ് ചെയ്യും ഇല്ലേ? അപ്പോൾ അതുപോലെ നമ്മളുടെ ഒരു ആനുവൽ സർവീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് കർക്കിടകം എന്നുള്ളത്. കർക്കിടക ചികിത്സയിൽ ഈ പറയുന്ന നമുക്ക്
പുറത്തുള്ള നമ്മളുടെ അന്തരീക്ഷമൊക്കെ വളരെ വീക്കായിട്ടിരിക്കുമ്പോൾ നമ്മളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും ഇനി മുമ്പോട്ട് പോകുമ്പോൾ ഇനിയുള്ള ഓരോ മാസങ്ങളിലും നമ്മളുടെ ആരോഗ്യം കുറച്ചുകൂടി മെച്ചപ്പെടുത്താനും കർക്കിടക മാസത്തിലെ ഈ ട്രീറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് ശാസ്ത്രം അല്ലെങ്കിൽ നമ്മളുടെ അനുഭവങ്ങൾ നമ്മളോട് പറയുന്നത്. പറഞ്ഞതുപോലെ കൃത്യമായ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കണം, നിങ്ങൾ ഈ 1 മാസം കർക്കിടക ചികിത്സ എടുത്തതുകൊണ്ട് പിന്നെയുള്ള 11 മാസം നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്നുള്ളതല്ല. മറിച്ച് ഈ കർക്കിടക മാസത്തിലെ ആ ട്രീറ്റ്മെൻറ്റും കർക്കിടക മാസത്തിലെ ജീവിതശൈലിയും കർക്കിടക മാസത്തിലെ ഭക്ഷണ ക്രമീകരണവും അതെല്ലാം ഇനിയുള്ള 1 വർഷത്തേക്കുള്ള നമ്മളുടെ ആദ്യത്തെ സ്റ്റെപ്പാണ്. അപ്പോൾ അത് കുറച്ചുകൂടി നന്നായി ശ്രദ്ധിച്ചാൽ അവർക്ക് ലൈഫ് ലോങ് ആയുഷ്കാലം ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ ഈ കർക്കിടക മാസം ഒരു തുടക്കമായി മാറാൻ വളരെയധികം സാധ്യതയും സാഹചര്യവുമുണ്ട്. ഡോക്ടർ, അതോടൊപ്പം ഈ കർക്കിടക ചികിത്സ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ടല്ലോ, അതായത് പ്രായമായവർക്കാണ് അല്ലെങ്കിൽ പ്രായമേറിയവർക്കാണ് ഇത്തരത്തിൽ ഈ കർക്കിടക ചികിത്സ നൽകുന്നത് എന്നൊക്കെയുള്ളത്. അതായത് ഇപ്പോൾ ശരീരവേദന അനുഭവിക്കുന്നവർക്ക് ധാര അല്ലെങ്കിൽ കിഴിയിടുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എപ്പോഴും പ്രായമായവർ ചെയ്യേണ്ടതാണ് എന്നുള്ളൊരു ധാരണയുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഈ കർക്കിടക ചികിത്സയിൽ അല്ലെങ്കിൽ കർക്കിടകത്തിൽ നമ്മൾ ആർജിക്കേണ്ട ജീവിതശൈലിയിൽ കൊച്ചുകുട്ടികൾക്ക് അവർക്ക് നൽകേണ്ടുന്ന ചില കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും നമ്മളീ പറഞ്ഞ ഭക്ഷണ ക്രമീകരണമൊക്കെ നമ്മുടെ വീട്ടിലെ എല്ലാവരും ആചരിക്കേണ്ടതാണ് എന്നുള്ളതാണ് സത്യം. പ്രായം എന്നുള്ളത് ഇപ്പോൾ ഒരു ഫാക്ടർ അല്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നേരത്തെ പ്രായമുള്ളവർക്കാണ് ഈ പറഞ്ഞ എല്ലാ രോഗങ്ങളോ അല്ലെങ്കിൽ ഒരു അൺഹെൽത്തി കണ്ടീഷൻസ് കണ്ടുവരുന്നത്. ഇപ്പോൾ ഒരു 15 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് നമ്മളുടെ ഓരോരുത്തരുടെയും ആൺകുട്ടികളും പെൺകുട്ടികളും വീക്കായിക്കൊണ്ടിരിക്കുകയും അവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്ന ഒരു നിത്യസംഭവമായിക്കൊണ്ടിരിക്കുന്ന ഒരു കൺസൾട്ടേഷൻ ജീവിതത്തിലൂടെ കടന്നു പോകുന്നവരാണ് ഞാനുൾപ്പെടെയുള്ള ഡോക്ടേഴ്സ് എല്ലാവരും തന്നെ. അതുകൊണ്ട് പ്രായം ഇപ്പോൾ ഒരു പ്രശ്നമല്ല. കാരണം 15 വയസ്സ് കഴിയുന്ന മുതൽ അല്ലെങ്കിൽ 18 വയസ്സ് മുതൽ ആളുകൾ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. കർക്കിടക ചികിത്സ അവർക്കും അനിവാര്യതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലെ എല്ലാ ആളുകൾക്കും ചെറിയ കുട്ടികൾ മുതൽ എത്ര മുതിർന്നവർ വരെയാണെങ്കിലും അവർക്കെല്ലാം ഈ പറഞ്ഞ കർക്കിടക മാസത്തിലെ ഭക്ഷണ ക്രമീകരണം വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യമാണ്. പറഞ്ഞ ട്രീറ്റ്മെൻറ്റുകൾ അഭ്യംഗം മുതൽ ധാരകൾ, ബസ്തി, കിഴികൾ അങ്ങനെയുള്ള എല്ലാ ആയുർവേദ ട്രീറ്റ്മെൻറ്റുകളും കർക്കിടക ചികിത്സ ട്രീറ്റ്മെൻറ്റുകളും ഒരു പ്രായം കഴിഞ്ഞാൽ 15 വയസ്സ് 18 വയസ്സ് കഴിഞ്ഞാൽ മുതൽ എല്ലാവർക്കും തന്നെ സ്വീകരിക്കാൻ സാധിക്കുന്നതാണ്. ഈ ഭക്ഷണ ക്രമീകരണം അവരുടെ വീട്ടിലുള്ള കൊച്ചുകുട്ടികൾ മുതൽ എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്നതാണ്. അതെ, തീർച്ചയായും. വളരെ നന്ദി ഡോക്ടർ അഭിജിത്ത് കർമ്മ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ഈ കർക്കിടക മാസത്തിൽ ആചരിക്കേണ്ട ശീലികളെക്കുറിച്ച് പറഞ്ഞു തന്നതിന് വളരെയധികം നന്ദി. നമ്മളോടൊപ്പം ഇന്ന് കർക്കിടക മാസത്തിൽ ആചരിക്കേണ്ട ശീലങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നത് ആത്മാ നാച്ചുറൽ വെൽനസ് ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ ഡോക്ടർ അഭിജിത്ത് കർമ്മയാണ്.